വൈദ്യയുടെ ഫ്ലാറ്റിൽ കുളി കഴിഞ്ഞ് സ്വയം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കുകയാണ് ദേവു. തന്റെ ധാവണി നല്ലതുപോലെ ഉടുക്കുകയാണ്. കുളി കഴിഞ്ഞ് സാരി ഉടുക്കാൻ നിന്ന ദേവുവിനെ ബലമായി ഇതൊക്കെ എന്തിനാ, നൈറ്റ് ഡ്രസ് പോരെ എന്ന് വൈദ്യ ചോദിച്ചു. പക്ഷെ ദേവു അവൾക്ക് ധാവണി മതി എന്ന് പറഞ്ഞതിന് അവൻ ചിരിയോടെ സമ്മതിക്കുകയും ചെയ്തു. റെഡിയായി കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ദേവു നെറുകിൽ സിന്ദൂരം ചാർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഒരുപാട് ഇഷ്ടമാണ് വൈദ്യയെ. പക്ഷെ ഈ ഒരു രാത്രി എങ്ങനെ കടന്നു പോകുമെന്ന് അവൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. വല്ലാത്തൊരു പേടിയും ശരീരത്തെ വിറയലും എല്ലാം കൊണ്ട് അവൾ ആകെ തളരുന്നത് പോലെ. ഒരു പുരുഷന്റെ ഒപ്പം ജീവിക്കാൻ പോയിട്ട് ഒരു രാത്രി പോലും നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ ആലോചനയോടെ അവൾ കുറേ നേരം നിന്നു. എന്നിട്ട് അവൾ ഹാളിലേക്ക് ചെല്ലുമ്പോൾ വൈദ്യ എന്തോ കാര്യമായ ജോലിയിലാണ്. ഒപ്പം ഫോണിലും ആരോടൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ദേവു വരുന്നത് കണ്ട വൈദ്യ അവളെ ഒന്ന് നോക്കി. തന്നെ വെള്ള കണ്ണുകൾ അടച്ച് ക്യൂട്ടായി കാണിക്കുന്ന വൈദ്യയെ കണ്ടതും അവളുടെ മുഖത്ത് ഒരു നാണം വന്നു. പെട്ടെന്ന് ദേവു വിറയിലൂടെ മുഖം താഴ്ത്തി. അവന്റെ പ്രവൃത്തി അവളുടെ കവിളുകൾ ചുവന്ന് തുടുക്കാൻ കാരണമായി. ഇതേ സമയം വൈദ്യ അവളുടെ ഭാവങ്ങൾ കണ്ടുകൊണ്ട് ആലോചനയോടെ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട്, ദേവു എന്തു പറ്റി? താമസിച്ചത്? അതുകൊണ്ട് ഞാൻ ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ട്. വെളിയിൽ നിന്നുള്ള ഫുഡ് അത്ര ഹെൽത്തി അല്ലല്ലോ. പറഞ്ഞുകൊണ്ട് എണീറ്റ വൈദ്യയെ നോക്കി ദേവു, അയ്യോ എന്തു പറ്റി? അയ്യോ വൈദ്യയുടെ ഒറ്റയ്ക്ക് എന്തേ, തനിക്ക് വെക്കണമായിരുന്നു? അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവൻ ചോദിച്ചു. പെട്ടെന്ന് ഞെട്ടലോടെ അവൾ, അയ്യോ എനിക്കറിയില്ല. സാരമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. ഇനി എന്തൊക്കെ പഠിപ്പിക്കാനിരുന്നു, വാ. കുസൃതി ചിരിയോടെ അവളുടെ നേരെ വരാനായി പറഞ്ഞിട്ട് അവൻ പോകുന്നത് കണ്ടതും ദേവു മനസ്സിലാകാത്തതുപോലെ നോക്കി. ശരിക്കും പറഞ്ഞാൽ വൈദ്യയുടെ മാറ്റത്തിൽ ദേവു കണ്ണുകൾ മിഴിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ വൈദ്യ വേഗം അടുക്കളയിലേക്ക് ചെന്നിട്ട് ഫുഡ് എടുത്ത് മേശയിൽ വെച്ചു. എന്നിട്ട്, വാ ദേവു കഴിക്കണ്ടേ? പേടിക്കണ്ട, ഞാൻ നന്നായി കുക്ക് ചെയ്യും. അവന്റെ പ്രവൃത്തിയിലെ ഓരോ മാറ്റങ്ങൾ കണ്ട് ദേവു ഞെട്ടലോടെ ഇരിക്കുമ്പോൾ വൈദ്യ അവളുടെ മുന്നിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് 2 ദോശയും കറിയും ഒഴിച്ചു. എന്നിട്ട് അവനുമുള്ള ഭക്ഷണവും എടുത്തു. അപ്പോഴും അവളെ മയക്കുന്ന ചിരിയോടെ അവൻ അവളോട് കഴിക്കാനായി കണ്ണുകൾ കാണിച്ചു. വൈദ്യയുടെ പ്രവൃത്തികളെല്ലാം പിടച്ചിലൂടെയാണ് ദേവു നോക്കുന്നതെങ്കിലും അവൻ പറയുന്നതനുസരിച്ച് ദേവു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു പിടി ഭക്ഷണം വായിലോട്ട് വെക്കുമ്പോൾ തന്നെ ദേവുവിന്റെ കണ്ണുകൾ വിടർന്നു. നല്ല രുചിയുണ്ടായിരുന്നു. അവളത് പ്രതീക്ഷിച്ചില്ല എന്നതുപോലെ തന്നെയായിരുന്നു. ഇതേ സമയം ഒരു ഭക്ഷണം പോലും കഴിക്കാതെ വൈദ്യ അവളുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ വിടരുന്ന കണ്ട വൈദ്യ എങ്ങനെയുണ്ട് എന്ന പോലെ ചിരിയോടെ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. വൈദ്യേട്ടാ, നന്നായിട്ടുണ്ട്. വീട്ടിൽ ഇത്രയും നന്നായി കുക്ക് ചെയ്യൂ? ചില തിരിച്ചുറവുകളും ഉണ്ടായപ്പോൾ വീട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. പഠിത്തം കഴിഞ്ഞ് ട്രെയിനിങ് തുടങ്ങിയപ്പോൾ സ്വന്തമായി പാർട്ട് ടൈം ജോബ് കണ്ടെത്തി. എന്നിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതവും തുടങ്ങി. അത്രയും പറഞ്ഞവൻ നിർത്തി. എന്നിട്ട് വേദനയോടെ നോക്കുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട്, ഇനിയിപ്പോ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, നീയും ഉണ്ടല്ലോ, നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ, എങ്ങനെ? അപ്പോഴും അവനെ അമ്പരന്ന് നോക്കുന്ന ദേവുവിനെ ചിരിയോടെ നോക്കിക്കൊണ്ടവൻ കഴിക്കാനായി തുടങ്ങി. പെട്ടെന്ന് അവന്റെ ഫോണിൽ ഒരു കോള് വന്നു. ആദ്യം ആ ഫോൺ മാറ്റിവെക്കാൻ തുടങ്ങിയെങ്കിലും പക്ഷെ അത് അർജന്റ് കോളായി എന്ന് മനസ്സിലായതിനാൽ അവൻ കഴിക്കാനുള്ള ഭക്ഷണം തിരികെ പാത്രത്തിൽ വെച്ചിട്ട് വേഗം ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ദേവു കുറച്ചു നേരം അവനെ നോക്കി. ഫോണിൽ എന്തോ കാര്യമായി തന്നെയാണ് സംസാരം. അത് കണ്ട ദേവു കുറച്ചു നിമിഷം അവനെ നോക്കിയിട്ട് പാത്രത്തിൽ നിന്നും കുറച്ച് ഭക്ഷണം എടുത്ത് അവന്റെ നേരെ നീട്ടി. ഫോണിലായിരുന്ന വൈദ്യ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും സന്തോഷത്തിൽ വിടരുന്ന കണ്ണുകളോടെ അവളെ കുസൃതിയോടെ നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി. ഒപ്പം അവൻ ദേവുവിന്റെ കൈകളൊന്ന് നുണയാനും അവൻ മറന്നില്ല. അവന്റെ ആ ഒറ്റ പ്രവൃത്തിയിൽ ദേവുവിന്റെ മുഖം ചുവന്നു വന്നു. വൈദ്യയുടെ ഫോൺ വിളി തീരുന്നതുവരെ ദേവു അവന് വാരിക്കൊടുത്തുകൊണ്ടേയിരുന്നു. ഫോൺ വെച്ചിട്ടും അവൾ അത് തുടർന്നു. എന്തുകൊണ്ട് അവൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വൈദ്യയും അറിഞ്ഞിരുന്നു. അവളുടെ ഭാവങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ തനിക്ക് നിരന്ന ഭക്ഷണം അവൻ പതിയെ അവളുടെ നേരെ നീട്ടി. എന്നിട്ട്, താനും കഴിക്കേ, തനിക്ക് വിശപ്പില്ലേ?
പരസ്പരം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതേസമയം അവളിലുണ്ടായിരുന്ന ഭയവും പിടച്ചിലും ഇല്ലാതെയാകുന്നത് ദേവുവും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പിന്നെയും അവന് ഫോൺ വന്നതിനാൽ ദേവു പാത്രവുമായി കിച്ചണിലേക്ക് പോയി. പാത്രം കഴുകിയിട്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. അവൾക്ക് റൂമിലേക്ക് പോകാൻ ഭയമായി തുടങ്ങി. എന്തുകൊണ്ടോ പല ഓർമ്മകളും അവളുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും അവൾക്ക് അതിന് കഴിയാത്തതുപോലെ. അതുകൊണ്ട് തന്നെ ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും വൈദ്യയുടെ വിളി വന്നു. പെട്ടെന്ന് ദേവു മുഖമെല്ലാം തുടച്ചിട്ട് റൂമിനുള്ളിലേക്ക് ചെന്നു. റൂമിൽ ചെല്ലുമ്പോൾ വൈദ്യ കട്ടിലും മറ്റും ഇരിക്കുകയായിരുന്നു. അകത്തേക്ക് വന്ന ദേവു അവനെ ഒന്ന് നോക്കിയിട്ട് തലകുനിച്ച് നിൽക്കുകയാണ്. കട്ടിലിൽ വിരിച്ചുകൊണ്ടിരുന്ന വൈദ്യ തല ഉയർത്തി നോക്കി. എന്നിട്ട് ഒന്നാലോചിച്ചിട്ട് ബെഡിലേക്ക് കിടന്നു. ശേഷം ദേവു കിടക്ക്, ആകെ ടയർഡാണ്, അത്രയും പറഞ്ഞ് ബെഡിലേക്ക് കിടന്നിട്ട് അവൻ പിന്നെയും ചോദിച്ചു, കിടക്കുന്നോ ദേവു? വാ, ലൈറ്റ് വേണോ? വേണ്ട എന്നവൾ പിടച്ചിലൂടെ തലയാട്ടി. എന്നിട്ടും തന്നെ നോക്കി ഭയത്തോടെ നിൽക്കുന്ന ദേവുവിനെ കണ്ടതും വൈദ്യ എഴുന്നേറ്റുകൊണ്ട് കട്ടിലിരുന്നു. എന്നിട്ട് ദേവു ഇങ്ങ് വാ. വരാൻ. ദേവു മടിയോടെയാണ് എങ്കിലും അവൻ അടുത്തു ചെന്നിരുന്നു. വൈദ്യ അവളുടെ കൈകൾ സ്വന്തം കയ്യിലെടുത്തിട്ട്, ദേവു നിനക്കെന്നെ പേടിയാണോ, അതോ എനിക്കൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല വൈദ്യേട്ടാ, എനിക്കിഷ്ടാ ഒരുപാട്, പക്ഷെ എനിക്ക് പേടിയാ വൈദ്യേട്ടാ, ദേവു വിങ്ങിക്കരച്ചിലോടെ പറഞ്ഞു. വൈദ്യ പെട്ടെന്ന് അവളെ ചിരിയോടെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, ദേവു ഇങ്ങനെ പേടിക്കാതെ. എന്റെ ദൈവൂട്ടിയല്ലേ, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ വെക്കല്ലേ, നമുക്ക് ഉറങ്ങണ്ടേ, നാളെ മുതൽ നമ്മുടെ ദിവസമാണ്. അവൻ പറയുന്നതെല്ലാം തന്നെ പ്രണയത്തോടെ കേട്ട് കൊണ്ടിരുന്ന ദേവുവിന്റെ നെഞ്ചെടുപ്പ് മാറുന്ന നിറഞ്ഞ വൈദ്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ബെഡിലേക്ക് കിടന്നു. ഇതേ സമയം പെട്ടെന്ന് ദേവുവിന്റെ നെഞ്ചെടുപ്പ് പിന്നെയും മാറുന്ന നിറഞ്ഞ വൈദ്യ അവളെ തന്നെ നെഞ്ചിൽ നിന്നും മാറ്റാതെ അവളുടെ മുടികളിൽ തലോടിക്കൊണ്ട് അവൻ പാടിത്തുടങ്ങി. ഇങ്ങനെ, കിലുകിൽ പമ്പരം കിണിയും മാനസം. ദേവു അവന്റെ പാട്ട് കേട്ട് ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി വൈദ്യയെ നോക്കി. വൈദ്യ കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറങ്ങിക്കോ എന്ന് കാണിച്ചു. ദേവു പതിയെ അവനെ നോക്കിയിരുന്നു. അവന്റെ പാട്ട് കേട്ടുകൊണ്ട് ഇരിക്കവേ അവളുടെ മനസ്സ് ശാന്തമായി തുടങ്ങി. അതിനു ഫലമായി അവൾ പോലും അറിയാതെ ദേവു മയക്കത്തിലേക്ക് വീണു. അവൾ മയങ്ങി എന്ന് ഉറപ്പിച്ച വൈദ്യ പതിയെ അവളെ അനക്കാതെ കൈയെത്തിച്ചുകൊണ്ട് ലൈറ്റ് ഓഫാക്കി. എന്നിട്ട് അവളുടെ നിറകിൽ തന്റെ ചുണ്ട് പതിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. ഇതേ സമയം അവന്റെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞ കാര്യമായിരുന്നു. ദേവു പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകാതെ ഇരിക്കാനും മറ്റും വൈദ്യ മുൻകൈ എടുക്കണം. അല്ലാതെ താൻ മാറി നിന്നാൽ അവൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകില്ല. മരുന്നില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഇനിയെല്ലാം തന്റെ കയ്യിലാണ്. ഡോക്ടർ പറഞ്ഞതിന്റെ ആദ്യപടി അവൻ നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിലാണ് അവന്റെ കണ്ണുകൾ നിറഞ്ഞത്. കാരണം ദേവു മരുന്നില്ലാതെ ഉറങ്ങിയിരിക്കുന്നു, അതും അവന്റെ നെഞ്ചിൽ കിടന്ന്. തുടരുന്നു. പിന്നെ എല്ലാവരോടും സോറി. എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന വൈദ്യയുടെയും ദർശിന്റെയും വേദയുടെയും പാർട്ടല്ല ഇത്. ഒന്നാതെ മഴ, അങ്ങനെ കുറെ കറണ്ട് പോക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞിനെ ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇടിയുടെ സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ റൂമൊക്കെ അടച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ടൈം വൈകിട്ട് 3 മണി. അപ്പൊ രണ്ടും നിങ്ങളെ ഇട്ട് ബലിപ്പിക്കല്ലെന്ന് ഓർത്തുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ വീഡിയോ ഇടുക. എന്തായാലും നമ്മുടെ സൈക്കോ ലവ് തീരുകയാണ്. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ പറഞ്ഞല്ലേ അവസ്ഥ. അപ്പൊ തുടരുന്നു. നാളെ കാണാം. താങ്ക് യു ആൾ.